ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. യാതൊരു കഴിവുമില്ലാത്ത നമ്മെ, യാതൊരു പ്രാപ്തിയുമില്ലാത്ത നമ്മെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത, നമ്മെ സ്നേഹിച്ച, നമ്മെ വിളിച്ച, ആമേൻ, തൻ്റെ ദൗത്യത്തിനായി നമ്മെ ആമേൻ സ്തോത്രം തിരഞ്ഞെടുത്ത് പുത്രന്മാരാക്കിയ യേശുവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. ഈ നാളുകളിൽ എന്തിനു വേണ്ടിയാണോ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്, ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കി കർത്താവിന് വേണ്ടി അവൻ പ്രയോജനപ്പെടാം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം, 2 കൊരിന്ത്യർ 3-ാം അധ്യായം, അതിൻ്റെ ആമേൻ സ്തോത്രം 5-6 വചനങ്ങൾ. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിക്കുന്നു, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ഇന്ന് നാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്കിത് ചെയ്യുവാൻ പ്രാപ്തിയുണ്ട്, എനിക്കിങ്ങനെ സംസാരിക്കുവാൻ പ്രാപ്തിയുണ്ട്, എനിക്കിന്ന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പ്രാപ്തിയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ല പ്രിയമുള്ളവരെ, നാം പ്രാപ്തരായിട്ടല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ദൈവം നൽകിയതല്ലാതെ നമുക്ക് ഒന്നുമില്ല. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപേ നമ്മ കണ്ട ഒരു കർത്താവ്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നിന്റെ കണ്ണിനെ കണ്ടു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലയിലെ ഓരോ രോമം പോലും എണ്ണയിരിക്കുന്നു. ആമേൻ. അത്ര സർവശക്തനായ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ പ്രാപ്തിയൊക്കെയും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ താനൊരു ഏത് കാര്യത്തിലൊരു പ്രാപ്തനാണ്. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ താൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. എന്തൊക്കെയാ തൻ്റെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതകൾ, കുടുംബ ശ്രേഷ്ഠതകൾ, തൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ. എന്നാൽ ഇവിടെ പറയുന്നു, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ദൈവത്തിൻ്റെ ദാനത്തിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുള്ളൂ. ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമല്ല. അതേ പ്രിയമുള്ളവരെ, നമുക്കും ഇങ്ങനെ പറയാം. അടുത്ത വചനത്തിൽ, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. നമ്മെ കർത്താവ് എന്തിനു വേണ്ടിയാണ് പ്രാപ്തരാക്കിയത്? ഈ ലോകപരമായ കാര്യങ്ങളെ നേടുവാൻ മാത്രമല്ല. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്തുവാണ്? നമ്മെ ഓരോരുത്തരെയും തൻ്റെ രാജ്യവും നീതിയും ശുശ്രൂഷകന്മാരാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ 2 പത്രോസ്, പത്രോസ് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ സ്തോത്രം 1-ാം ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 9-ാം വചനത്തിൽ നാം വായിക്കുന്നു, നാം ഓരോരുത്തരും സ്തോത്രം വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ നാം ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗം, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ നമ്മെ പ്രാപ്തരാക്കിയ ഒരു ദൈവം. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആത്മീയ കാര്യങ്ങൾ സ്തോത്രം ദൈവത്തിൻ്റെ ദാനമായി നമ്മിൽ പകർന്നിട്ടുള്ള ആ പ്രാപ്തി നാം ഉപയോഗിക്കുക. ദൈവത്തിന് വേണ്ടി നമ്മുടെ ടാലൻറ്റുകൾ, നമ്മുടെ കഴിവുകൾ, നമുക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്ന് തോന്നുന്ന സകല കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരായിട്ട് തന്നെ നമുക്ക് പ്രയോജനപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണിനാൽ കാണുന്ന പ്രകാരമല്ല, നാം കേൾക്കുന്ന പ്രകാരമല്ല, ആത്മാവിനാൽ കാണുന്നവരായി, ആത്മാവിനാൽ ദൈവശബ്ദം കേൾക്കുന്നവരായി, സ്തോത്ര ആത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് ചലിക്കുന്ന ഒരു ശുശ്രൂഷക്കാരായി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നമുക്കായി തീരാം. പ്രൈസ് ദി ലോർഡ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ. സ്തോത്രം. ചില പ്രതികൂല സാഹചര്യങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ അതോടെ തീർന്നു പോകും. എന്നാൽ
ആത്മാവിൻ്റെ ശുശ്രൂഷ ഏത് സാഹചര്യത്തിലും ആത്മാവ് നമ്മെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആമേൻ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ചേർന്ന് നമുക്കും പറയാം, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ പ്രാപ്തരാക്കിയത്? പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കി. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവൻ ഒന്നാമത് നാം പ്രാപ്തരായി മാറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടി നാം ഒന്നാമത് പ്രാപ്തരാകണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 36-ാം വചനം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പൻ. പ്രിയ ദൈവമക്കളെ, നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ കാര്യം നാം ആമേൻ സ്തോത്രം ഇനി സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാൻ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നത്? 35-ാം വചനത്തിൽ വായിക്കുന്നു. 34-35 വചനങ്ങളിൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം, അതായത് യേശുവിൻ്റെ പ്രത്യക്ഷത നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആ ദിവസം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും. ഹല്ലേലൂയ. അവൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് യേശു കർത്താവ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. 23-ാം വചനം മുതൽ 24-ാം വചനം മുതൽ നാം ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുമെന്നൊക്കെ നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നാം അതിൽ ഒഴിഞ്ഞു പോകുവാനും മാത്രമല്ല മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാൻ നാം പ്രാപ്തരാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ ആ ന്യായവിധിയുടെ ദിവസത്തിങ്ങൾ നമുക്ക് യേശുവിൻ്റെ മുൻപിൽ പ്രാപ്തിയോടെ നിൽക്കുവാൻ കഴിയുമോ? അവൻ യേശുവിൻ്റെ മുൻപിൽ നിൽപ്പാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നാം പ്രാപ്തരാകേണ്ടതിന്, അത്രമാത്രം ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് അവൻ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ആമേൻ സ്തോത്രം കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ ദാനമായി എന്തിനു വേണ്ടി നമ്മെ പ്രാപ്തരാക്കിയോ അവക കാര്യങ്ങൾ, ആത്മീകമായ കാര്യങ്ങളിൽ കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുമെങ്കിൽ ആമേൻ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ യേശുവിന് മുൻപിൽ നിൽക്കണമെന്നുള്ള ദാഹത്തോടെ നാം ഉണർന്നും പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ അന്ന് നാം പ്രാപ്തരായി മാറും. മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പൻ. പ്രിയ ദൈവമക്കളെ, ഒന്നാമത് നാം ആ പ്രാപ്തിയുള്ളവരായി മാറണം. അതിനായി നമുക്ക് ഉണരാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. കണ്ണുനീരില്ലാത്ത, കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, ആമേൻ ഹല്ലേലൂയ, ആമേൻ ശത്രുക്കളില്ലാത്തൊരു നാട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വീണ്ടെടുപ്പിൻ നാളിനായി കാത്തിരിക്കാം. അതിനുവേണ്ടി നാം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. മാത്രമല്ല കർത്താവ് നമ്മെ പുതിയ നിയമത്തിന് ശുശ്രൂഷക്കാരാക്കി നമ്മെ പ്രാപ്തരാക്കി മാറ്റിയിരിക്കുകയാൽ ആമേൻ സ്തോത്രം ഈ കാര്യങ്ങളിൽ തന്നെ ജനത്തെ നമുക്ക് പഠിപ്പിക്കാം, അവരെയും പ്രാപ്തരാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേനാത് ഞങ്ങളുടെ പ്രാപ്തിയൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവെ. അങ്ങയുടെ ദാനമല്ലാതെ ഒന്നുമല്ല കർത്താവെ. അങ്ങ് ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷക്കാരായി ഞങ്ങളെ പ്രാപ്തരാക്കി മാറ്റിയല്ലോ. അപ്പോൾ അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ നാളുകളിൽ മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാൻ, ഈ സംഭവിപ്പാനുള്ളതിനെ കൊഴിഞ്ഞു പോകുവാൻ നമ്മെ സ്തോത്രം നാം പ്രാപ്തിയുള്ളവരായി മാറേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ജാഗരിച്ചുകൊണ്ട് ആയിരിക്കാം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അപ്പാ സ്തോത്രം. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, അങ്ങയുടെ പദ്ധതികൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സമണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Amen.